എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നാളെ അവസാനിക്കും. അതായത് ജൂൺ 19-ാം തീയതി അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിലെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ജൂൺ 20-ാം തീയതി വരെയാണ്. അതുപോലെ അഡ്മിഷൻ ആണെങ്കിൽ ജൂൺ 19-ാം തീയതി വരെയാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ഇതുവരെ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾ ഉടൻ തന്നെ എടുക്കേണ്ടതാണ്. അപ്പോൾ ടെമ്പററി പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് കൺഫർമേഷൻ സ്ലിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾ ഇപ്പോൾ ഓൺലൈനായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതായത് ഈ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാം, അതായത് ഇവിടെ 3 ലൈൻസ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക, ലോഗിൻ ക്ലിക്ക് ചെയ്യുക, സ്റ്റുഡൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു പേജിൽ ഏറ്റവും താഴെയായിട്ട് തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. അതുപോലെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കനോട്ട് ആക്സസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഐ ഫോർഗോട്ട് മൈ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ റീസെറ്റ് മൈ പാസ്വേഡ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ പറയുന്ന ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ റീസെറ്റ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ടെമ്പററി അഡ്മിഷൻ എടുക്കുന്നത്, അതുപോലെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്നത് എന്നാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജ് കാണാൻ പറ്റും. അപ്പോൾ പ്രൊഫൈൽ പേജിൽ തന്നെ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫർ അല്ല, ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കവിടെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ഫീ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സാധാരണ ഒരു വിദ്യാർത്ഥികൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത്, അതായത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഈ ഒരു 1575 രൂപയോളമാണ്. അതായത് 1575 തോന്നുന്നത്. അപ്പോൾ ആ ഒരു 1575 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് ഫീസ്. അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ 50 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾ ഓൺലൈനായിട്ട് ഈ ഒരു ഫീസ് അടക്കുക. ഫീസ് അടച്ച ശേഷം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ, അതായത് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാകും, നിങ്ങൾ പെർമനൻ്റ് ആണോ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ ആണോ എടുക്കുന്നത് എന്നുള്ളത്. ടെമ്പററി ആണെങ്കിൽ ടെമ്പററി ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കോളേജിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കോളേജിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഇല്ല എന്നുള്ളത് പല വിദ്യാർത്ഥികളും പറയുന്ന കാര്യമാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു MG യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കോളേജസ് ആൻഡ് പ്രോഗ്രാംസ് സെലക്ട് ചെയ്യുക, ഫൈൻഡ് യുവർ കോളേജ് എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അടുത്ത പേജിൽ നിങ്ങൾക്ക് ഇവിടെ കോളേജ് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് കോളേജ്, എയ്ഡഡ് കോളേജ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ ഏത് കോളേജാണ് നിങ്ങൾക്ക് അറിയേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ആ ഒരു കോളേജ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ആ ഒരു പ്ലസ് ഐക്കൺ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആ ഒരു കോളേജിൻ്റെ കോൺടാക്റ്റ് നമ്പേഴ്സ്, അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു ഇമെയിൽ ID എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക്, അതായത് അവരുടെ ഇമെയിൽ ID എന്നിവയൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രിൻസിപ്പാളിൻ്റെ നമ്പേഴ്സ് അതുപോലെയൊക്കെയുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കോളേജിൻ്റെ കോൺടാക്റ്റ് നമ്പർ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കോളേജിൽ കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങൾ അവിടെ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നത് എന്നുള്ള കാര്യം പറയുക. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ആ ഒരു ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നതെന്ന് പറയുക. അപ്പോൾ അതിനുശേഷം നിങ്ങളോട് കോളേജ് എന്ന് പറയും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ അയച്ചു തരാനായിട്ട്. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾ അയച്ചു കൊടുക്കുക. അപ്പോൾ അത് കോളേജ് വെരിഫൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഡ്മിഷൻ അവിടെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തു എന്നുള്ള രീതിയിൽ രേഖപ്പെടുത്തും. അപ്പോൾ അങ്ങനെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ കൺഫർമേഷൻ സ്ലിപ്പ്, അതായത് കോളേജ് നിങ്ങളുടെ അഡ്മിഷൻ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ നിങ്ങൾ കോളേജിൽ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കോളേജ് വെരിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ള ആ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. കാരണം നിങ്ങൾ അഡ്മിഷൻ എടുത്തു എന്ന് പറയുന്നതിനായിട്ടുള്ള ഒരു തെളിവ് എന്ന് പറയുന്നത് കൺഫർമേഷൻ സ്ലിപ്പാണ്. ഇനി പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ഓപ്ഷൻ ചോദിക്കും ടെമ്പററി ആണോ പെർമനൻ്റ് ആണോ എടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ പെർമനൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് ഏതാണോ അവിടെ പോയിട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും ഫീസും, കോളേജിൽ പോകുമ്പോൾ കോളേജിൽ എത്ര രൂപയാണോ അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടത് അത് കൃത്യമായിട്ട് വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കി പോയിട്ട് ഫീസും അതുപോലെ ഡോക്യുമെൻറ്റ്സൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ നേടുക. അപ്പോൾ ഈ രീതിയിലാണ് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടത്. ഇനി നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിലും ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിലും നിങ്ങളുടെ ഓപ്ഷൻ്റെ മുകളിൽ ഏതെങ്കിലും ഓപ്ഷൻ ബാക്കിയുണ്ടെങ്കിൽ അത് വേണ്ട എങ്കിൽ അത് റിമൂവ് ചെയ്യേണ്ടതാണ്. അതുപോലെ അത് റീ അറേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വെബ്സൈറ്റിൽ മുകളിലായിട്ട് 3 ലൈൻസ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക, ലോഗിൻ ക്ലിക്ക് ചെയ്യുക, സ്റ്റുഡൻറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്, അതായത് ഇതുപോലെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാനുള്ള ഒരു
ഭാഗം കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് ആ ഒരു ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ്റെ ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷൻസ് ഏതൊക്കെയാണോ അത് മാത്രം റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഇപ്പോൾ ഈ ഒരു ടെമ്പററി അഡ്മിഷൻ എടുത്താൽ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് അത് പെർമനൻറ്റ് അഡ്മിഷൻ ആക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ മറ്റേതെങ്കിലും ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. അതുപോലെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് വേണമെങ്കിൽ അത് റിമൂവ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഹയർ ഓപ്ഷൻസ് ഒന്നും നിങ്ങൾ റിമൂവ് ചെയ്തിട്ടില്ല. ഇപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്കിപ്പോൾ 8ാമത്തെ ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. ഞാനിപ്പോൾ അവിടെ ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടി എന്ന് വിചാരിക്കാം. അപ്പോൾ അതിനുശേഷം ഞാൻ ഹയർ ഓപ്ഷൻസ് അതേപോലെ തന്നെ അവിടെ നിലനിർത്തിയിട്ടുണ്ട്, അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് തന്നെ അതിൽ പരിഗണിച്ച് എനിക്ക് എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് ആ ഒരു ഫസ്റ്റ് കിട്ടി അവിടെ ജോയിൻ ചെയ്യാം. അതേസമയം എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എനിക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ ആ ഒരു സീറ്റ് അവിടെ നഷ്ടപ്പെടും. പിന്നീട് എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ആ ഒരു ഓപ്ഷൻ്റെ താഴെ എല്ലാവിധ ഓപ്ഷനും റിമൂവ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം അഡ്മിഷൻ നേടിയ കോളേജിൽ പോയിട്ട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ തിരിച്ചു വാങ്ങി പുതുതായിട്ട് കിട്ടിയ ആ ഒരു കോളേജിൽ പോയിട്ട് ഞാൻ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ആവശ്യമില്ലെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഹയർ ഓപ്ഷൻസ് അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടണം എന്നുള്ള വിദ്യാർത്ഥികൾക്ക് അത് അവിടെ തന്നെ നിലനിർത്താവുന്നതുമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. കോളേജുകൾ ആണെങ്കിൽ കോളേജിൽ നിന്ന് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് തരുന്നതാണ്. അതുപോലെ തന്നെ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. കാരണം നിങ്ങൾ അവിടെ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഒരു കൺഫർമേഷൻ സ്ലിപ്പ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ, അതായത് ജൂൺ 19-ാം തീയതി വരെയാണ് നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക. ജൂൺ 20-ാം തീയതി വരെയാണ് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റുക. ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ ഡിലീറ്റും അതുപോലെ ഓപ്ഷൻ്റെ സ്ഥാനം റിമൂവ് ചെയ്യൽ, അതുപോലെ അതായത് ഓപ്ഷൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റൽ, അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.